ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വെള്ളയപ്പം. വെറും പച്ചരി മാത്രം മതി ഈ ഒരു വെള്ളയപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടേനു. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. രാവിലത്തേക്കൊക്കെ ആണെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അപ്പോഴത്തേക്ക് പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പകുതിയോളം ഇട്ടിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ പകുതിയോളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിനും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അടച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത അരി ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടെ അരച്ചിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി മുഴുവനും അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലൊരു വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരി ഉണ്ടല്ലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കയ്യിലും കുറച്ചും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ വെള്ളയപ്പമൊക്കെ ചുറ്റിച്ച് കൊടുക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നല്ലോണം കട്ടി കുറഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മളെ വെള്ളയപ്പം റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്ന കാണുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് എടുക്കാം. അങ്ങനെ ഇതാ ഇതുപോലെ റെഡിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഉള്ളി ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഉള്ളി ഇടാണ്ട് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചതിന് ശേഷം അരി ഒഴിച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം. അങ്ങനെ വെള്ളയപ്പമൊക്കെ ചുട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലെ ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെള്ളയപ്പ റെസിപ്പിയാണിത്. ഏതൊരു കറീൻ്റെ കൂടെയും കഴിക്കാം. കറി ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിന്ന് ഇതിന് മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മീൻ മുളക് ഇട്ടത്, മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ പരിപ്പ് കറി, മുട്ടക്കറി, തക്കാളിക്കറി, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ചമ്മന്തി പോലും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.